ധർമ്മട മുതൽ ന്യൂമാഹി വരെയുള്ള നിർദ്ദിഷ്ട തീരദേശ ഹൈവേ പദ്ധതിയിൽ നിന്ന് തലശ്ശേരി നഗരത്തെ ഒഴിവാക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. വിഷയമുന്നയിച്ച് തലശ്ശേരി പട്ടണ വ്യാപാര തൊഴിൽ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ഒപ്പുശേഖരണം നടത്തി. വാണിജ്യ പൈതൃകത്തിന് പേരുകേട്ടതും നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതുമായ തലശ്ശേരി പട്ടണത്തിലൂടെ കടന്നുപോകുന്ന തീരദേശ ഹൈവേയുടെ പ്രവർത്തനം പ്രദേശത്തെ 1000-ലേറെ വരുന്ന വ്യാപാരികളെയും തൊഴിലാളികളുടെയും നിലനിൽപ്പിനെ തന്നെ ഇല്ലാതാക്കുമെന്നും പദ്ധതിയുടെ അലൈൻമെന്റ് മാറ്റണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് തലശ്ശേരി പട്ടണം വ്യാപാര തൊഴിൽ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിരുന്നു. ആയിരക്കണക്കിന് തൊഴിലാളികളുടെ ഉപജീവനമാർഗം ഇല്ലാതാക്കാൻ അനുവദിക്കില്ലെന്നും കടൽ കണ്ടുകൊണ്ട് തന്നെ തീരദേശ ഹൈവേ കടന്നു പോകണമെന്നാണ് ആവശ്യമെന്നും ആക്ഷൻ കമ്മിറ്റി ജനറൽ കൺവീനർ CC വർഗീസ് പറഞ്ഞു. തലശ്ശേരിയിലെ അതിപുരാണമായ മെയിൻ റോഡിലെ വ്യാപാരികളെ ഗുരുതരമായി ബാധിക്കുന്ന ഏകദേശം 1000 ചിൽഡ്രൻ ആളുകളുടെ കച്ചവട സ്ഥാപനങ്ങൾ പൂർണ്ണമായും ഭാഗികമായി നഷ്ടപ്പെടുകയും അതോടൊപ്പം തന്നെ അവിടെ ജോലി ചെയ്യുന്ന ജീവനക്കാരുടെ ജോലി നഷ്ടപ്പെടുന്ന വിധത്തിൽ അവിടെ കയറ്റിറക്ക് നടക്കുന്ന ചുമട്ടുതൊഴിലാളികളുടെ ജോലി പോകുന്ന രീതിയിലുള്ള ഈ തീരദേശ റോഡ് തലശ്ശേരിയിൽ വരുമ്പോൾ തലശ്ശേരി പട്ടണം തന്നെ ഇല്ലാതാവുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ തീരദേശ റോഡ് തീരദേശത്ത് കൂടെ പോയി കടൽ കണ്ടുകൊണ്ട് പോകുന്ന രീതിയിൽ അതിൻ്റെ അലൈൻമെൻ്റ് ആക്കണമെന്നാണ് സംയുക്ത സമര സമിതി, പ്രത്യേകിച്ച് അതിൻ്റെ ഒരു ആക്ഷൻ കമ്മിറ്റിക്ക് ഈയിടെ രൂപം കൊടുത്തിട്ടുണ്ട്. തലശ്ശേരി പട്ടണ വ്യാപാര തൊഴിൽ സംരക്ഷണ സമിതി എന്നാണ് ആ ആക്ഷൻ കമ്മിറ്റിയുടെ പേര് നാമനിർദ്ദേശം ചെയ്തിട്ടുള്ളത്. സംഘടനയുടെ നേതൃത്വത്തിൽ നഗരത്തിൽ ഒപ്പുശേഖരണവും നടത്തി. ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളായ CC വർഗീസ്, KN പ്രസാദ്, AK സക്കറിയ, CPM നൌഫൽ, T രാഘവൻ, VP അനിൽകുമാർ, അഷ്റഫ് ലാല തുടങ്ങിയവർ ഒപ്പുശേഖരണത്തിന് നേതൃത്വം നൽകി. തലശ്ശേരി പട്ടണത്തെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ്, MP-മാർ, MLA-മാർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളെയും ജില്ലാ കളക്ടർ, മറ്റ് വകുപ്പ് ഉദ്യോഗസ്ഥരെയും നേരിൽ കണ്ട് നിവേദനം സമർപ്പിക്കുമെന്നും ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തലശ്ശേരി.